ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങിയപ്പം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്ത് പറയണം, എങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങണം, അങ്ങനെയൊക്കെ. യെസ്, ഇതൊരു അപ്രിസിയേഷൻ പോസ്റ്റാണ്. ഇന്ന് നന്ദുവിൻ്റെ ബർത്ത്ഡേ ആണ്, March 10th. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒത്തിരി ആലോചിച്ചെടുക്കുന്ന ഡെസിഷനാണ് നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആരായിരിക്കണം എന്നല്ലേ. എന്നാൽ ഞാൻ അത് വെറും 5 ദിവസത്തിനുള്ളിലാണ് കേട്ടോ ഡിസൈഡ് ചെയ്തത്. അവനെ കണ്ട് 5 ദിവസത്തിനുള്ളിൽ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതിൻ്റെ റീസൺ എന്താണ്, എങ്ങനെ അങ്ങനെ ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ചു, അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. മേ ബി ഇതായിരിക്കും എനിക്കുള്ള ദൈവത്തിൻ്റെ പ്ലാൻ. ആൻഡ് ഐ എം ഷുവർ എൻ്റെ വീട്ടുകാർക്ക് പോലും എനിക്ക് ഇത്രയും അടിപൊളി ഒരാളെ കണ്ടുപിടിച്ച് തരാൻ പറ്റത്തില്ല. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരു പാർസലിൽ അവനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇതിൽ മീഡിയുടെ ഫീഡിംഗ് ബോട്ടിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അവനെ കൊണ്ടു കൊടുത്തത്. അവന് ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അവൻ്റെ കാർട്ടിൽ അവൻ ഇട്ട് വെച്ച അവൻ്റെ ഒരു ഫേവറേറ്റ് ഹെഡ്സെറ്റ് ആണ് കേട്ടോ ഇത്, സാംസങ്ങിൻ്റെ. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹെഡ്സെറ്റ് ട്രെയിനിൽ കയറുമ്പോൾ അത് താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ യൂസ് ചെയ്തത് വയേർഡ് ഹെഡ്സെറ്റ് ആയിരുന്നു. ആൻഡ് വേറൊരു ഹെഡ്സെറ്റ് വാങ്ങാൻ പറയുമ്പോൾ അവൻ പറയും പിന്നെ ആവട്ടെ. കാരണം അതിനേക്കാളും പ്രയോറിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. സോ ഇതിന് വേണ്ടിയിട്ട് ഇത്ര കാശ് ചിലവാക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ എനിക്ക് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും അവനാണ് എനിക്ക് വാങ്ങി തന്നത്. ഈ റിംഗ് ലൈറ്റ്, ട്രൈപോഡ് സ്റ്റാൻഡ്, മൈക്ക് എല്ലാം. സോ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് കിട്ടിയ ഇൻകത്തിൻ്റെ ഒരു പോർഷൻ അവനുള്ളതാണ്. എൻ്റെ ലൈഫിൽ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല കേട്ടോ. നിങ്ങളെല്ലാവരും ചോദിക്കാറില്ലേ എങ്ങനെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്? ഓൺലി ബിക്കോസ് ഓഫ് ഹിം. എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഇമോഷണൽ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും അതേപോലെ എൻ്റെ ഗ്രോത്തും എല്ലാം അവൻ കാരണമാണ്. ആൻഡ് ഐ എം ഷുവർ മിഴി ഈസ് ദ മോസ്റ്റ് ലക്കിയസ്റ്റ് ഗേൾ ഇൻ ദിസ് വേൾഡ്, നിന്നെ പോലെ ഒരു അച്ഛനെ കിട്ടാൻ. സോ ഹാപ്പി ബർത്ത്ഡേ നന്ദു.